ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടുള്ള ഡിലൈറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ എന്താ പറയുക, ഇനീഷ്യൽ ഫണ്ടിങ് 10,000 ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെർച്വൽ കാർഡ് മാത്രമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡിൻ്റെ ആവശ്യമില്ല. ഫിസിക്കൽ കാർഡിന് ആക്ച്വലി അവരുടെ 590 രൂപ ചാർജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര കാലം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണമായ എന്താ പറയുക, ഫിസിക്കൽ കാർഡിൻ്റെ ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈ 590 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജാണ്, ആനുവൽ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് ഒരു അവരെ ഡിലൈറ്റ് കാർഡോ സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട് അവരെ ആ എമൗണ്ടിന് വരുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് ഒരു ഡെബിറ്റ് കാർഡ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കാലം ഡിലൈറ്റ് അക്കൗണ്ട് എടുക്കാണ്ടിരുന്നത്. എന്താ വെച്ചാൽ എൻ്റെ മിക്ക എല്ലാ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് കുറച്ച് ഭ്രാന്തുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞ് ഈ ഇങ്ങനത്തെ പുതിയൊരു ഡൗൺഗ്രേഡ് വന്നുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെൽക്കം ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും ഞാൻ ആക്ച്വലി എന്നിട്ട് പിന്നെ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കുറേ വിളിക്കും. എന്ന് വെച്ചാൽ ഇത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് തന്നെ നിർത്തണമെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഫണ്ടിങ് 10,000 ചെയ്യണമെന്നിട്ട് ഞാൻ എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് കാർഡും ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ ഡെബിറ്റ് കാർഡ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓഫർ വരുന്നുണ്ട്, അതുപോലെ പേടിഎമ്മിൽ ബുക്ക് മൈ ഷോയിലൊക്കെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് പിന്നെ എന്തായാലും വീഡിയോ പർപ്പസിന് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ പക്ഷേ സാധനം ഓർഡർ ആയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ കുറച്ച് തല്ലിപ്പൊളി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ കാര്യത്തിന് മാത്രമേ വിളിക്കുള്ളൂ. നമ്മൾ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡും ഇല്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവരുടെ. അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ബ്ലൂ ഡാർട്ടിൽ എനിക്ക് വന്നാണ് ഒരു 3-4 ദിവസം പിടിച്ചു നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ ഞായറാഴ്ച ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് കിട്ടിയത് വെള്ളിയാഴ്ച. ഓൾമോസ്റ്റ് ഒരു 1 വീക്കിൻ്റെ അടുത്തെടുത്തു ഈ സാധനം കിട്ടാൻ. ബ്ലൂ ഡാർട്ടിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് സംഭവമൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ചതിൽ ഡെബിറ്റ് കാർഡ് സംഭവമൊക്കെ ഉണ്ടാവും ചോദിച്ചു. പക്ഷേ ഇതിൽ ആക്ച്വലി ഒന്നുമില്ല. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു വെൽക്കം ലെറ്റർ പോലെ സംഭവം വന്നേക്കുന്നതാണ്. നമ്മുടെ അതുപോലെ തന്നെ കസ്റ്റമർ ആയിട്ട് സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ആപ്പിൽ കൂടെ കിട്ടിയിരുന്നു. പിന്നെ ഇവരുടെ ആപ്പിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സെക്കൻഡറി ഫോൺ സാംസങ്ങിൽ ഓപ്പൺ ചെയ്തപ്പോൾ സംഭവം വർക്കായി. രജിസ്റ്റർ ചെയ്യാനും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ മൊബൈൽ ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് യൂസർ ഐഡിയും പാസ്വേഡൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ. അപ്പോൾ ആ സംഭവം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഐഫോണിൽ നോക്കിയപ്പോൾ ഐഫോണിൽ പറ്റുന്നില്ല. ഐഫോണിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസും നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇല്ലാണ്ട് കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കിതൊരു ഇത്ര കാലമായിട്ട് എനിക്ക് എൻ്റെ പ്രൈമറി ഫോണായിട്ട് നമ്മുടെ ഐഫോണിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ രണ്ടാമത്തെ ഫോൺ ഇപ്പോൾ സംഭവം എന്താ ട്രാൻസാക്ഷൻ സംഭവമൊക്കെ നമുക്ക് അതിലുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ UPI രജിസ്ട്രേഷൻ പറ്റും. നമുക്ക് വെർച്വൽ കാർഡ് ഓൾറെഡി വന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നിട്ട് എൻ്റെ ഐഫോണിലേക്ക് പറ്റുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോഴും ഒരു വലിയ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ കെയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 പേപ്പറും അതുപോലെ തന്നെ ഒരു വെൽക്കം അബോർഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കണ്ടു, ഒരു QR കോഡ്. അത് നമ്മുടെ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ് QR കോഡ്. പിന്നെ നെറ്റ് ബാങ്കിങ് മൊബൈൽ സംഭവമൊക്കെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ ട്യൂട്ടോറിയൽ പോലെ സംഭവമാണ് ഈ QR കോഡ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമർ ഐഡിയും അക്കൗണ്ട് നമ്പർ സംഭവം. ഇവിടെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് ഒരു അക്കൗണ്ട് നമ്പർ. അതാണ് ഒരു സംഭവം. പിന്നെ ഞാനിതിൽ വായിക്കാം. ഡിയർ കസ്റ്റമർ, വെൽക്കം ടു ദ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഫാമിലി. വി താങ്ക് യു ഫോർ ചൂസിങ് us and are delighted to usher you into the world of IndusInd online savings account that brings exciting benefit of you and your family. You have opted for IndusInd Bank online zero balance savings account. As per your account variant, the required initial funding is 1,000 plus GST. കണ്ടോ, 1,000 plus GST എന്ത് പരിപാടിയാ? In case you have not funded your account yet, you can still make it a zero balance account by funding the mentioned amount within 30 days of account opening. കണ്ടോ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ നമുക്കിതിൽ ഫേസ് ടു ഫേസ് KYC ഒന്നും ആവശ്യമില്ല. ഇൻഡസ്ഇൻഡ് മൊബൈലിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ കുറേ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പേപ്പർ ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു പരസ്യം. ഇതെന്താ, അതായത് വളരെ നമ്മുടെ യൂറോപ്യൻ്റെ ആപ്പിൻ്റെ പരസ്യമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓൾട്ടർനേറ്റീവ് ടു ഫിസിക്കൽ കറൻസി നോട്ടീസ് ഹിയർ എന്ന് ഡിജിറ്റൽ റുപ്പി ആപ്പ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ നമ്മൾ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇപ്പം ആരും യൂസ് ചെയ്യണമെന്നില്ലല്ലോ. അതിൻ്റെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതിൽ. പിന്നെ നമ്മുടെ ഇതാണ് വെൽക്കം ലെറ്റർ വന്നേക്കുന്നത്. ഫിസിക്കൽ കാർഡൊന്നും എനിക്ക് വന്നില്ല. ഞാൻ അന്നേരം അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ എനിക്ക് തുടങ്ങിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊരു 10 ദിവസമൊക്കെ ശേഷം ഇപ്പോഴും ഒരു വിവരമില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ലെറ്ററാണ് കിട്ടുക, ഇനീഷ്യലായിട്ട് കിട്ടുക. നിങ്ങൾ തുറക്കുമ്പോൾ
പിന്നെ 1000 രൂപ ഫണ്ട് ചെയ്യാത്തവർ ചിലർക്ക് 500 രൂപ കാണിച്ചിട്ട് പിന്നെ അവർ പിന്നെ ആദ്യം ഇതുപോലെ ലെറ്റർ വന്നിട്ട് അതിൽ 1000 രൂപ കാണിക്കുന്നതിനൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് തന്നെ 1000 രൂപ തന്നെ ഫണ്ടിങ് ചെയ്യണം കേട്ടോ, മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഫുൾ KYC ചെയ്തിട്ടില്ലെങ്കിൽ ഫുൾ KYC ചെയ്യണം. നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അക്കൗണ്ട് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഭാവിയിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മിനിമം ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഇല്ലാത്തൊരു ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. എനിക്കിവിടെ പിൻ കോഡ് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കിട്ടാത്തതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കാണ് എൻ്റെ മെയിൻ ഇല്ലാത്തൊരു സംഭവം. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കാണ്, അത് പിന്നെ അവിടെ എന്തായാലും തൃശ്ശൂരൊന്നും ഇല്ല, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് പിന്നെ ഉള്ള അടുത്ത നെക്സ്റ്റ് ടാർഗറ്റ് ഈസാന. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.